മാസ് മോട്ടോഴ്സ് മഞ്ഞപ്ര നമ്മുടെ ഹോണ്ട യൂണിക്കോൺ 160 ആണ് വണ്ടി. ജനറൽ സർവീസും ഫുൾ ചെക്കപ്പ് ആയിട്ട് തന്നായിരുന്നു. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ബാക്ക് തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും, അതായത് ബാക്കിലെ സസ്പെൻഷൻ, ബെയറിങ്, അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ്, ബ്രേക്ക്, അതേപോലെ എൻജിൻ ഓയിൽ, പിന്നെ ജനറൽ സർവീസ് വന്നിട്ട് കാർബറേറ്റർ ക്ലീനിങ്ങും തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും, കോൺസെറ്റ്, ഫ്രണ്ട് ഫോർക്ക് ഭാഗങ്ങളൊക്കെ, അതേപോലെ തന്നെ ചേസിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈലൻസറിന് പൗഡർ കോട്ടിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വർക്ക് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിനകത്ത് ഈ ഹെഡിനകത്ത് വന്ന വാൽവിൻ്റെ ഗൈഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പെട്ടെന്നൊരു മേജറായിട്ടൊരു പ്രോബ്ലത്തിലേക്ക് വരില്ല. അതുകൊണ്ട് അത് മാത്രമാണ് നമ്മൾ ഒഴിവാക്കിയിട്ടേക്കണേ. കാരണം എഞ്ചിനുമായി ബന്ധപ്പെട്ട നമുക്ക് വർക്കുകൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എഞ്ചിനുമേക്ക് കയറിയിട്ട് വേറെ ഒന്നും വർക്ക് ചെയ്തില്ല. ബാക്കിയത്തെ നമുക്ക് വന്നേക്കുന്ന വർക്കുകളും ഇപ്പോൾ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ ആയാലും അത് ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ MC സബ് കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഈ വൈസറിൻ്റെ കേസൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം അത് വേറെ ഒന്നും ചെയ്തല്ല. അതേപോലെ തന്നെ നമുക്ക് ഈ വന്ന ഭാഗത്തൊന്നും പെയിൻറ്റ് നമുക്ക് ടച്ച് ചെയ്യൽ നടക്കില്ല. കാരണം അതൊക്കെ വൃത്തികേടാവും. ഇത് ഫ്രണ്ട് ഫോർക്കിൻ്റെ അവിടെ, ഹാൻഡിലിൻ്റെ അവിടെ, അതൊന്നും നമുക്കത് ചെയ്യൽ നടക്കില്ല. ബാക്കിയത്തെ നമുക്ക് അതേപോലെ എഞ്ചിൻ്റെ ഭാഗം അതൊക്കെ നമുക്ക് പെയിൻറ്റിങ്, മറ്റേപാട് സ്പ്രേ പെയിൻറ്റിങ്, പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളും, തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ടച്ച് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം വണ്ടി ഓടിക്കഴിഞ്ഞാൽ, അത് ഏകദേശം ഒരു മാസമൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഒന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് തരാം. കാരണം എന്താ വെച്ചാൽ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസാവും, പുതിയ ചെയിനാണ്. അപ്പോൾ അത് കുറച്ച് ഓടിക്കുമ്പോഴത്തേക്ക് ലൂസാവും. അതേപോലെ തന്നെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഇവിടെ വന്ന സ്റ്റിയറിംഗ് ഹെഡിൻ്റെ ബെയറിങ് കോൺസെറ്റ് എന്ന് പറയുന്നത് അത് ലൂസാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മാസമൊക്കെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഒന്ന് തരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നോർമൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കേസാണ് ചെയ്തേക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഒരു ബില്ല് ആയി കഴിയുമ്പോഴത്തേക്കും, ബില്ലാവണുള്ളൂ, ബില്ലായി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ വണ്ടി എടുക്കാം കേട്ടോ. വണ്ടി റെഡിയാണ്.